PC ഹിൻസ ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ PSCക്ക് ചോദിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ പദ്ധതി സമാശ്വാസം പദ്ധതിയാണ്. സമാശ്വാസം പദ്ധതി തന്നെ സമാശ്വാസം പദ്ധതി 1, സമാശ്വാസം പദ്ധതി 2, 3, 4 പദ്ധതികളാണ് സമാശ്വാസത്തിൽ വരുന്നത്. നമുക്ക് നോക്കാം. സമാശ്വാസം പദ്ധതി 1 എന്താണെന്ന് നോക്കാം. വൃക്കയ്ക്ക് തകരാർ സംഭവിച്ചു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് പ്രതിമാസ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണിത്. ഏതാണ്? വൃക്കയ്ക്ക് തകരാർ സംഭവിച്ച് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് പ്രതിമാസ ധനസഹായം അനുവദിക്കുന്ന പദ്ധതി ഏതാണ്? സമാശ്വാസം പദ്ധതി 1. അപ്പോൾ ധനസഹായം എത്രയാണ്? 1100 രൂപയാണ്. എന്നാൽ സമാശ്വാസം പദ്ധതി 2 നമുക്ക് നോക്കാം. വൃക്ക കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ രോഗികൾക്ക് ശസ്ത്രക്രിയ കഴിഞ്ഞ് 5 വർഷം വരെ ധനസഹായം 5 വർഷം വരെ ധനസഹായം കൊടുക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി 2. സമാശ്വാസം പദ്ധതി 2 പ്രകാരം അനുവദിക്കുന്ന ധനസഹായം 1000 രൂപ, പ്രതിമാസം 1000 രൂപയാണ്. സമാശ്വാസം പദ്ധതി 3 നമുക്ക് നോക്കാം. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ക്ലോട്ടിംഗ് ഫാക്ടറുകളായ 8, 9, 11, 13 എന്നിവയുടെ കുറവ് മൂലം ഹീമോഫീലിയയും അനുബന്ധ രോഗങ്ങളും ബാധിച്ചവർക്ക് വരുമാന പരിധി ബാധകമാക്കാതെ പ്രതിമാസ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി 3. ഈ സമാശ്വാസം പദ്ധതി 3 പ്രകാരം അനുവദിക്കുന്ന ധനസഹായം 1000 രൂപയാണ്. അപ്പോൾ സമാശ്വാസം പദ്ധതി 1 മാത്രമാണ് പ്രതിമാസം നമുക്ക് എത്ര കിട്ടുന്ന? 1100 രൂപ കിട്ടുന്നത്. ബാക്കി 2, 3, 1000 രൂപയാണ് പ്രതിമാസം കിട്ടുന്നത്. അപ്പോൾ അടുത്തത് സമാശ്വാസം പദ്ധതി 4 സംസ്ഥാനത്തെ അരിവാൾ രോഗം ബാധിച്ച പട്ടികവർഗക്കാരല്ലാത്ത രോഗികളാണ് പദ്ധതി ഗുണഭോക്താക്കൾ. സമാശ്വാസം പദ്ധതി 4 പ്രകാരം അനുവദിക്കുന്ന ധനസഹായം 2000 രൂപ. പ്രതിമാസം എത്രയാണ്? സമാശ്വാസം പദ്ധതി 4 പ്രകാരം അനുവദിക്കുന്ന ധനസഹായം 2000 രൂപയാണ്. അടുത്തത് സ്വാവലംബർ ഇൻഷുറൻസ് എന്താണെന്ന് നോക്കാം. അംഗപരിമിതരായ വ്യക്തികൾക്കും അവരുടെ കുടുംബത്തിനുമായിട്ട് ആരംഭിച്ചിട്ടുള്ള സമഗ്ര ഇൻഷുറൻസ് പദ്ധതി പ്രതിവർഷ ഗുണഭോക്ത വിഹിതം 3571 രൂപയാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഡിസബിലിറ്റി ഐഡന്റിറ്റി കാർഡ് UDID, അതായത് യൂണിവേഴ്സൽ ഡിസബിലിറ്റി ഐഡന്റിറ്റി കാർഡ്. അംഗപരിമിതർക്കായിട്ട് ഒരു ദേശീയ ഡേറ്റാബേസ് സൃഷ്ടിക്കുക. വൈകല്യമുള്ള ഓരോ വ്യക്തിക്കും ഒരു പ്രത്യേക വൈകല്യ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ UDID നൽകുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഏത് പദ്ധതി? യൂണിവേഴ്സൽ ഡിസബിലിറ്റി ഐഡന്റിറ്റി കാർഡ് പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്തതാണ് ആശ്വാസകിരണം. പൂർണ്ണ ശയ്യാവലംബരായ പരിചരിക്കുന്നവർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായം നൽകുന്ന സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതിയാണ് ആശ്വാസകിരണം. എന്താണ്? പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായം നൽകുന്ന സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതിയാണ് ആശ്വാസകിരണം. ആശ്വാസകിരണം പദ്ധതിക്ക് അർഹരായവർ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർ, അതുപോലെ തന്നെ ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, മാനസികാരോഗ്യം ബാധിച്ചവർ. ആശ്വാസകിരണം പദ്ധതിക്ക് അർഹരായവർ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർ, ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, മാനസികാരോഗ്യം ബാധിച്ചവർ, പ്രായാധിക്യം കൊണ്ടും ക്യാൻസർ മുതലായ പലവിധ രോഗങ്ങൾ കിടപ്പിലായവർ, 100% അന്ധർ എന്നിവരെ പരിചരിക്കുന്നവർക്ക്. പിന്നെ അടുത്ത പോയിന്റ്, ആശ്വാസകിരണം പദ്ധതിയിലൂടെ അനുവദിക്കുന്ന ധനസഹായമാണ് 600 രൂപയാണ്. പ്രതിമാസം 600 രൂപയാണ് ആശ്വാസകിരണം പദ്ധതിയിലൂടെ നമ്മൾ ധനസഹായം നൽകുന്നത്. അടുത്തത് സ്പെഷ്യൽ ആശ്വാസകിരണം നമുക്ക് നോക്കാം. എൻഡോസൾഫാൻ ദുരിതബാധിതരായി കിടപ്പിലായവരെയും കടുത്ത ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നതിനാൽ ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്പെഷ്യൽ ആശ്വാസകിരണം. അടുത്തത് വയോമിത്രം നമുക്ക് നോക്കാം. സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് വേണ്ടിയുള്ള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നൂതന പദ്ധതിയാണ് വയോമിത്രം. വയോമിത്രം പദ്ധതി പ്രകാരം ലഭിക്കുന്ന പ്രധാന സേവനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ സേവനം കിടപ്പ് രോഗികൾക്കായിട്ട് പാലിയേറ്റീവ് കെയർ സർവീസ്, അതുപോലെ തന്നെ വയോജനങ്ങൾക്കായി മൊബൈൽ ക്ലിനിക് സേവനം, വയോജനങ്ങൾക്കായി ഹെൽപ്പ് ഡെസ്കുകൾ. അടുത്തതാണ് വയോ അമൃതം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായിട്ട് ഭാരതീയ ചികിത്സാ വകുപ്പ് വഴി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് വയോ അമൃതം പദ്ധതി. വയോ അമൃതം പദ്ധതി 2014-15 വർഷമാണ് ആരംഭിച്ചത്. അടുത്ത് നോക്കാം വയോരക്ഷ.
സാമൂഹ്യ സാമ്പത്തിക ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാമൂഹ്യത്തിലെ മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് വയോരക്ഷ പദ്ധതി. അടുത്തത് വയോമധുരം. BPL വിഭാഗത്തിലെ വയോജനങ്ങൾക്കായി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിർണ്ണയിക്കുന്ന ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്യുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് വയോമധുരം. അടുത്തത് സ്നേഹയാനം പദ്ധതി. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, ഒന്നിലധികം വൈകല്യങ്ങൾ എന്നിവ ബാധിച്ച് ഭിന്നശേഷിക്കാരുടെ നിർധനരായ അമ്മമാർക്ക് ഉപജീവനം കണ്ടെത്തുന്നതിനായിട്ട് സൗജന്യമായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതിയാണ്. പദ്ധതി നടപ്പിലാക്കുന്ന ഏജൻസി സാമൂഹ്യനീതി വകുപ്പാണ്. അടുത്തത് നിരാമയ. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതിയാണ്. നാഷണൽ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്ത സംഘടനകൾ വഴി നടപ്പിലാക്കുന്ന സ്കീമുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിരാമയ. വാർഷിക ചികിത്സാ ചെലവിന് ലഭിക്കുന്ന തുക 1 ലക്ഷം രൂപയാണ്. അടുത്തതാണ് പരിരക്ഷ. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതി. പരിരക്ഷ പദ്ധതിയിൽ സ്ത്രീ, പുരുഷ, ട്രാൻസ്ജെൻഡർ ഭേദമന്യേ എല്ലാ അംഗപരിമിതർക്കും സേവനം ലഭിക്കുന്നുണ്ട്. സേവനത്തിന് ദാരിദ്ര്യരേഖ പരിധി ബാധകമല്ല. അടുത്തതാണ് സ്വാശ്രയ പദ്ധതി. ഭർത്താവ് ഉപേക്ഷിച്ച് തീവ്ര ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന മകനെയോ മകളെയോ സംരക്ഷിക്കേണ്ടി വരുന്ന BPL കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിനായിട്ട് ഒറ്റത്തവണ ധനസഹായമായി 35,000 രൂപ അനുവദിച്ച് നൽകുന്ന പദ്ധതിയാണ്. മാനസിക വെല്ലുവിളിയോ ശാരീരിക വെല്ലുവിളിയോ നേരിടുന്ന കിടപ്പ് രോഗികളുടെ മാതാവ് അല്ലെങ്കിൽ രക്ഷാകർത്താവിനാണ് ഇതിന് സ്വാശ്രയ പദ്ധതി പ്രകാരം മുൻഗണന നൽകുന്നത്. അടുത്തത് മാതൃജ്യോതി. കാഴ്ച വൈകല്യം ബാധിച്ച് അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മാതൃജ്യോതി. പദ്ധതി പ്രകാരം അനുവദിക്കുന്ന ധനസഹായം പ്രതിമാസം 2,000 രൂപ കുഞ്ഞിന് 2 വയസ്സാകുന്നത് വരെയാണ് ഏത് കൊടുക്കുന്നുള്ളൂ. മാതൃജ്യോതി പ്രകാരം പ്രതിമാസം 2,000 രൂപ നൽകുന്നുള്ളൂ. അടുത്തത് ശ്രുതി തരംഗം. കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ കേൾവി ശക്തി ലഭിക്കുമെന്ന് ബന്ധപ്പെട്ട ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്ന ശ്രവണ വൈകല്യമുള്ള 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ കേൾവിയും തുടർച്ചയായ ഓഡിയോ വെർബൽ ഹാബിലിറ്റേഷനിലൂടെ സംസാരശേഷിയും ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ താഴെയുള്ള ദരിദ്ര കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. അടുത്ത പദ്ധതിയാണ് മന്ദഹാസം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അർഹരായ മുതിർന്ന പൗരന്മാർക്ക് 60 പൈസ സൗജന്യമായി കൃത്രിമ ദന്തനിര വെച്ചു കൊടുക്കുന്ന സർക്കാർ പദ്ധതിയാണ് മന്ദഹാസം. അപ്പൊ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി നമുക്ക് നോക്കാം. സർക്കാർ പൊതുജനാരോഗ്യ സംരക്ഷണ പദ്ധതിയിൽ ഒന്നാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അല്ലെങ്കിൽ KASP എന്ന് പറയുന്നത്. കേരള ജനസംഖ്യയുടെ 40% വരുന്ന 42 ലക്ഷത്തിലധികം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ഏകദേശം 64 ലക്ഷം ഗുണഭോക്താക്കളാണ് ദ്വിതീയ തൃതീയ തല പരിചരണത്തിനും ചികിത്സയ്ക്കുമായി ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടി വന്നാൽ പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അല്ലെങ്കിൽ KASP എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വിവിധ ചെലവുകൾക്കായിട്ട് ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമായോ ഈ പദ്ധതിയുടെ സഹായം ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല ഈ പദ്ധതിക്ക് കുടുംബാംഗങ്ങളുടെ പ്രായപരിധിയോ കുടുംബാംഗങ്ങളുടെ എണ്ണമോ ഒരു അർഹത മാനദണ്ഡമായിരിക്കുകയില്ല. പദ്ധതിയിൽ അംഗമാകുന്ന ഏതൊരു വ്യക്തിക്കും മുൻഗണന മാനദണ്ഡങ്ങളില്ലാതെ ചികിത്സാ സഹായം ലഭിക്കുന്നതുമായിരിക്കും. അടുത്തത് കാരുണ്യ ബെൻവലന്റ് ഫണ്ട് അല്ലെങ്കിൽ KBF. കാരുണ്യ ബെൻവലന്റ് ഫണ്ട് അല്ലെങ്കിൽ KBF നമുക്ക് നോക്കാം. ഗുരുതരമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ടവർക്ക് കേരള ലോട്ടറിയിലൂടെ ധനസമാഹരണം നടത്തി ധനസഹായം നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉറപ്പ് പദ്ധതിയാണ് കാരുണ്യ ബെൻവലന്റ് ഫണ്ട്. ക്യാൻസർ, ഹീമോഫീലിയ, കിഡ്നി രോഗം, ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങൾക്കും പാലിയേറ്റീവ് കെയറിനും പരിരക്ഷ നൽകുന്ന പദ്ധതി. കാരുണ്യ ബെൻവലന്റ് ഫണ്ട് പദ്ധതിക്ക് ധനസഹായം നൽകുന്നത് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പാണ്. അടുത്തതാണ് ആരോഗ്യകിരണം പദ്ധതി. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം പദ്ധതി. APL, BPL വ്യത്യാസമില്ലാതെ എല്ലാവരും ആരോഗ്യകിരണം പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ പദ്ധതിയിലൂടെ മരുന്നുകൾ, പരിശോധനകൾ, ചികിത്സകൾ എന്നിവ എല്ലാം സർക്കാർ ആശുപത്രികളിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്നു.
അടുത്തതാണ് താലോലം പദ്ധതി. ഹീമോഫീലിയ, സെറിബ്രൽ പാൾസി തുടങ്ങി വിട്ടുമാറാത്ത രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് താലോലം പദ്ധതി. വാർഷിക വരുമാനം കുറഞ്ഞ കുടുംബങ്ങളിലെ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കുണ്ടാകുന്ന ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥിവൈകല്യങ്ങൾ, എൻഡോസൾഫാൻ രോഗബാധിതരുടെ രോഗങ്ങൾ, ഡയാലിസിസ്, ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചിലവ് വഹിക്കുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി. APL BPL വ്യത്യാസമില്ലാതെ എല്ലാവരും താലോലം പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അടുത്തതാണ് സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. അടുത്തതാണ് സ്നേഹപൂർവം പദ്ധതി. പദ്ധതി നടപ്പിലാക്കിയ ഏജൻസി കേരള സാമൂഹ്യ സുരക്ഷാ മിഷനാണ്. മാതാപിതാക്കൾ ഇരുവരുമോ അല്ലെങ്കിൽ ഒരാളോ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ കുട്ടികളെ സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിനായി പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. സംസ്ഥാനത്തെ HIV/AIDS ബാധിതരായ കുട്ടികളെ കൂടി സ്നേഹപൂർവം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വരുമാന പരിധിയൊന്നുമില്ലാതിന് ഈ പദ്ധതി പ്രകാരം നൽകുന്ന ധനസഹായം 1 മുതൽ 5 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രതിമാസം ലഭിക്കുന്ന തുക 300 രൂപ, 6 മുതൽ 10 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രതിമാസം ലഭിക്കുന്ന തുക 500 രൂപ, +1 +2 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രതിമാസം ലഭിക്കുന്ന തുക 750 രൂപ, ഡിഗ്രി പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് പ്രതിമാസം ലഭിക്കുന്ന തുക 1000 രൂപ. അടുത്തതാണ് മൃതസഞ്ജീവനി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി പദ്ധതിയിൽ അവയവം മാറ്റിവെച്ചവർക്കും സഹായധനം നൽകുന്നത് സാമൂഹ്യ സുരക്ഷാ മിഷനാണ്. BPL വിഭാഗത്തിലുള്ളവർക്കാണ് സഹായധനം നൽകുന്നത്. അടുത്തതാണ് ആർദ്രം പദ്ധതി. സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹൃദ ആശുപത്രികൾ തുടങ്ങുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി വികസിപ്പിക്കുക, ജില്ലാ താലൂക്ക് തല ആശുപത്രികളുടെ സൗകര്യങ്ങൾ നിശ്ചിത മാനദണ്ഡങ്ങളോടെ വികസിപ്പിക്കുക, മെഡിക്കൽ കോളേജുകളിലെയും ജില്ലാതല ആശുപത്രികളിലെയും OP വിഭാഗങ്ങൾ രോഗി സൗഹൃദമാക്കുക, OP ട്രാൻസ്ഫോർമേഷൻ, ആരോഗ്യ സ്ഥാപനങ്ങളിൽ മാർഗരേഖകൾ അടിസ്ഥാനമാക്കിയുള്ള ചികിത്സ ഉറപ്പുവരുത്തുക എന്നിവ ആർദ്രം പദ്ധതി പ്രകാരം ലക്ഷ്യമിടുന്നു. ഇന്ത്യയിൽ ആദ്യമായി വൺ ഹെൽത്ത് പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം. മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തുന്ന രോഗപ്രതിരോധ പദ്ധതിയാണ് വൺ ഹെൽത്ത് പദ്ധതി. ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തി വിദഗ്ധ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് പോപ്പുലേഷൻ ബേസ്ഡ് സ്ക്രീനിംഗ് അല്ലെങ്കിൽ വാർഷികാരോഗ്യ പരിശോധന. ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്യാൻസർ നിയന്ത്രണ പദ്ധതി. അടുത്തതാണ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റുകൾ എന്താണെന്ന് നോക്കാം. മാനസിക വൈകല്യമുള്ള പലർക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങളിൽ എത്തിപ്പെടാൻ കഴിയാതെ വരുന്ന അവസ്ഥയുണ്ട്. ഇത്തരത്തിലുള്ളവർക്ക് അവർ താമസിക്കുന്ന പ്രദേശത്തിന് സമീപങ്ങളിൽ സേവന സൗകര്യങ്ങൾ നിശ്ചിത ദിവസങ്ങളിൽ എത്തിച്ച് അവർക്ക് കൂടി ലഭ്യമാക്കുക എന്നതാണ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റുകളിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുമാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക. താങ്ക്